പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. നല്ല പൊറോട്ടയും ബീഫും കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്നും കഴിക്കുകയാണെങ്കിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവിടെ മുറിവുകൾ ഉണ്ടാവും, ഫിഷർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഇത് പെയിൻഫുൾ ആണ്. കഴിയുന്നതും ആനൽ സെക്സിൽ ഏർപ്പെടാതിരിക്കുക. ഈ സാധാരണ സർജറിയേക്കാൾ മെച്ചപ്പെട്ടതാണോ നമ്മുടെ ലേസർ സർജറി? ഇതിൽ വേദന കുറവാണ്, ഫാസ്റ്റർ റിക്കവറി എന്നീ ഗുണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ രവി റാം. ഹീസ് ഫ്രം തൃശ്ശൂർ. സോ ഹീസ് എ കൺസൾട്ടന്റ് ഗാസ്ട്രോ സർജൻ ആസ് വെൽ ആസ് എ പ്രോക്ടോളജിസ്റ്റ്. സർ തൃശ്ശൂർ പൈൽസ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യണേ. അപ്പം ഇന്ന് നമുക്ക് പൈൽസ്, ഹെമറോയിഡ്സ്, ഫിസ്റ്റുല ഇതുപോലത്തെ സംശയങ്ങൾ സാറിനോട് നേരിട്ട് ചോദിച്ചു നോക്കാം. വെൽക്കം സർ. താങ്ക് യു. സാറേ, അപ്പം ഇപ്പം എല്ലാവർക്കും ഒരു സംശയമാണ്, നമ്മുടെ പൈൽസിന്റെ ഒരു ഓപ്പറേഷൻ ചെയ്താൽ മലം നമ്മൾ അറിയാതെ പോകുമെന്നൊരു സംശയം. ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൈൽസിന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നീക്കം ചെയ്യുന്നത് മലദ്വാരത്തിനകത്തുള്ള അസുഖം ബാധിച്ച രക്തക്കൊഴലുകളെയാണ്. എന്നാൽ ശോധന നിയന്ത്രിക്കുന്നത് മലദ്വാരത്തിന് ചുറ്റുമുള്ള ഇന്റേണൽ സ്ഫിങ്ക്ടർ, എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ എന്നീ പേശികളാണ്. ഇത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നീക്കം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ദീർഘകാലത്തേക്ക് മലത്തിന്റെ ശോധനയുടെ കൺട്രോൾ ഇല്ലാതിരിക്കുന്നത് വളരെ വളരെ അപൂർവമാണ്. എന്നാൽ ചിലർക്ക് താൽക്കാലികമായി ഗ്യാസ് നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ അതുപോലും റിക്കവറി വരുമ്പോൾ പൂർണ്ണമായും മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പൈൽസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ശോധനയുടെ നിയന്ത്രണം നഷ്ടപ്പെടും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ഈ ഭയം കൊണ്ട് നമ്മൾ കൃത്യമായ ചികിത്സ തേടുന്നത് വൈകിക്കരുത്. സാർ, ഇന്ന് രാവിലെ ഞാൻ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു. നല്ല പൊറോട്ടയും ബീഫും കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈൽസ് ഉണ്ടാക്കുമോ? ഇന്ന് പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ട് പ്രശ്നം വരില്ല. പക്ഷെ എന്നും കഴിക്കുകയാണെങ്കിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ, പൊറോട്ട മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഫൈബർ കുറഞ്ഞ ഭക്ഷണമാണ്. അതുപോലെ തന്നെ മുട്ട, ഇറച്ചി, അതിൽ ബീഫും ഉൾപ്പെടും. ഇതെല്ലാം നാര് കുറഞ്ഞ ഭക്ഷണങ്ങളാണ്. ഇത്തരം നാര് കുറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വെള്ളം കുടിയും കൂടി കുറവാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലെ നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അത് മലബന്ധം ഉണ്ടാക്കാനും തുടർന്ന് അതിന്റെ പ്രഷർ കാരണം പൈൽസ് ഉണ്ടാകാനും കാരണമാകും. അതുകൊണ്ട് ഒരു ഭക്ഷണമല്ല, ഭക്ഷണശീലമാണ് പ്രധാനം. നല്ല ഭക്ഷണശീലങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ ഇടയ്ക്കൊരു ദിവസം പൊറോട്ടയോ ബീഫോ കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നും വരാൻ പോകും. പൊറോട്ട, ബീഫ് ലവേഴ്സ് ഇഷ്ടംമാതിരി കേരളത്തിലുണ്ട്, സാറിന് അറിയാലോ. അപ്പം നമ്മളിപ്പോൾ ഒരാൾ പൊറോട്ടയും ബീഫും കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കുറച്ച് പച്ചക്കറി ആഡ് ചെയ്താൽ ഇത് ഈക്വലൈസ് ചെയ്യുമോ, അതോ അതും പ്രശ്നം തന്നെയാണോ? കുറച്ച് ഫൈബർ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് കഴിക്കുന്നുണ്ടെന്നും വിചാരിച്ച് സ്ഥിരമായിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നം തന്നെയാണ്. ഇത് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കഴിക്കുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. കുറച്ചുകൂടി ഒന്ന് സ്പേസ് ഔട്ട് ചെയ്യുക. അതായത് ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിൽ മാത്രം കഴിക്കുക. അല്ലാതെ മിക്ക ദിവസങ്ങളിലും പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ മുട്ട സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മലബന്ധവും പൈൽസും വരാൻ തന്നെയാണ് സാധ്യത. പൊറോട്ടയും ബീഫും കഴിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വേണമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ യൂത്തന്മാരും എല്ലാവരും ഇപ്പൊ ടോയ്ലറ്റിൽ നിന്ന് റീൽസ് കാണുന്ന സ്വഭാവമുണ്ട്. ഇപ്പൊ ഞാനടക്കം എല്ലാവരും ചെയ്യണതാണ്. ശരിക്കും ഇങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് റീൽസും സ്ക്രോൾ ചെയ്യാനൊക്കെ ആക്ച്വലി നമ്മുടെ ഒരു പൈൽസിനൊരു കാരണം കൂട്ടുമോ? ഓക്കെ, അതിപ്പോ യൂത്തന്മാർക്കെതിരെ ഓൾഡ് ജനറേഷൻ ആരോപിക്കുന്ന ഒരു ആരോപണം മാത്രമാണ്. കാരണം ഓൾഡ് ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ഒരു പത്രവുമായി ടോയ്ലറ്റിൽ പോയിരുന്ന ഇഷ്ടം പോലെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ പണ്ടും ഇന്നും ഈ ശീലമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ആൾക്കാരും ഇന്നത്തെ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒരുപാട് സമയം ടോയ്ലറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മലദ്വാരത്തിനകത്തുള്ള രക്തക്കുഴലിൽ പ്രഷർ വരും, അത് വീർക്കും, അത് പൈൽസായി മാറും. ഇതിൽ സംശയമൊന്നുമില്ല. സോ ഈ 10ഉം 15ഉം ചിലരൊക്കെ 3/4 മണിക്കൂർ വരെ ഇരിക്കുന്ന പാർട്ടികളുണ്ട്. അതൊന്നും അത്ര നല്ലതല്ല. ഒരു 5 മിനിറ്റിൽ താഴെ അവിടെ പോയി ട്രൈ ചെയ്ത് നോക്കുക. അതിൽ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വരിക. ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും പോകാമല്ലോ, പിന്നെ റീൽസ് കാണാമല്ലോ. അത്രേ. ഈ പണ്ട് കാലം തൊട്ടുള്ള ശീലമാണ് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുകയും സിഗരറ്റ് വലിക്കുകയും. ഇത് ശരിക്കും നമ്മുടെ ശോധനയോ അല്ലെങ്കിൽ നമ്മുടെ മലം മൂവ്മെന്റിനെ ആക്ച്വലി ബന്ധപ്പെട്ടതാണോ? ചിലർ പറയും വലിച്ചില്ലെങ്കിൽ ഇന്ന് പോകില്ല പറയും. ഇതെന്ത് ബന്ധമുണ്ടോ? പഠനങ്ങൾ പറയുന്നത് നിക്കോട്ടിന്, അതായത് സിഗരറ്റിലുള്ള കെമിക്കലിന് ബവൽ മൂവ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല അവയവങ്ങൾക്കും സിഗരറ്റ് വലിയ അത്ര നല്ലതല്ല. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നിക്കോട്ടിന്റെ എഫക്ട് കിട്ടുമ്പോൾ മോശം പോവാത്ത അവസ്ഥ വരും. സോ അതുകൊണ്ട് അവർക്കൊരു സുഖം കിട്ടും. അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇതായിട്ട് കാര്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വലിയ ബന്ധം. സാറേ, ഇപ്പം നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ടെക്നിക്കാണ് നമ്മുടെ സ്റ്റേപ്ലർ സർജറി പൈൽസിനായിട്ടുള്ള. അപ്പം ഈ സാധനം നമ്മളെ കാലാകാലം നമ്മുടെ ബോഡിയിൽ ഇരിക്കുമോ? ഇതങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഈ സ്റ്റേപ്ലർ സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയം, മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയം ക്ലിപ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്ത് പോവില്ല. പക്ഷെ ഇത് ബോഡി ടിഷ്യൂസ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അതായത് ഒരു ഇനർട്ട് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇത് തുരുമ്പെടുക്കും എന്നുള്ള പേടിയും വേണ്ട. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റേപ്ലറോട് അടിച്ചാലും
ഒരു 6 to 8 വീക്സ് കഴിയുന്ന സമയത്ത് ഹീലിംഗ് സംഭവിക്കുന്നു. ഇതിന്റെ പുറത്ത് തൊലി വന്ന് അടയും. അതുകൊണ്ട് തന്നെ ഇത് മറ്റു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഇപ്പം എന്തൊക്കെ പറഞ്ഞു, ചില ആൾക്കാർ ഏനൽ സെക്സിൽ ഏർപ്പെടാറുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റേപ്ലർ ചെയ്ത സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ ഏനൽ സെക്സിൽ ബന്ധപ്പെടുന്നത് എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ഹീലിംഗ് ഫേസ് ഉണ്ട്. അതായത് ഒരു 2 മുതൽ 3 മാസം. ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേപ്ലർ പിന്നിന്റെ പുറത്ത് നോർമൽ സ്കിന്ന് വന്ന് കവറാവും. ഇതിന് ശേഷം ഏനൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പക്ഷെ അതിന് മുന്നുള്ള ഒരു ഫേസിൽ നമ്മൾ ഏനൽ ഇന്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ ചില കേസിലെങ്കിലും ഈ സ്റ്റേപ്ലർ പിന്നെ എക്സ്പോസ്ഡ് ആയിരിക്കും. അതായത് 1-2 months സമയത്ത്. അതെ, ആ ഒരു സമയത്ത് ചിലപ്പോ ഇഞ്ചുറി ഉണ്ടാക്കാം. കഴിഞ്ഞതും ഏനൽ സെക്സിൽ ഏർപ്പെടാതിരിക്കുക അത് തന്നെയാണ് നല്ലത്. പക്ഷെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതില് പറ്റി നല്ലതെന്നും ചീത്തയെന്നും പറയുന്നത് മറ്റൊരാൾക്ക് അവകാശമില്ല. പക്ഷെ അങ്ങനെ ഏർപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് 3 months കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ്. സാറേ, വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ ഏനൽ ഇന്റർകോഴ്സ് ചെയ്യുമ്പം ഇത് ശരിക്കും നമ്മുടെ പൈൽസിനോ ഹെമറോയിഡിനോ എന്തെങ്കിലും ആക്കാൻ കൂട്ടൂ? ഏനൽ ഇന്റർകോഴ്സ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പൈൽസ് വരാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിനകത്തുള്ള രക്തക്കുഴലിന്റെ ബൾജിങ് വരുമ്പോഴാണല്ലോ പൈൽസ് വരുന്നത്. അതിനെന്തെങ്കിലും പ്രഷർ വരുന്നതല്ല, അത് മെയിൻലി കോൺസ്റ്റിപ്പേഷൻ ആണ് പ്രഷർ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ഏനൽ ഇന്റർകോഴ്സ് വളരെ വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മുറിവുകൾ ഉണ്ടാവും. അതായത് ഫിഷർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഇത് പെയിൻഫുൾ ആണ്, എരിച്ചിലുണ്ടാക്കും. പലരും അതിനെ പൈൽസ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. സോ പ്രോബ്ലി അതുകൊണ്ടായിരിക്കും ഏനൽ ഇന്റർകോഴ്സ് കാരണം പൈൽസ് വന്നു എന്ന് ആൾക്കാർ. സാർ, ഇപ്പം നമ്മുടെ ഒരു അഡ്വാൻസ് ടെക്നിക്കായ ലേസർ സർജറി നമ്മളിപ്പം നമ്മൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ കാണുന്നുണ്ട്, നമ്മൾ സ്കിന്നിൻ്റെ പല പ്രൊസീജിയറും കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ പൈൽസിന് ഈ സാധാരണ സർജറിയേക്കാൾ മെച്ചപ്പെട്ടതാണോ നമ്മൾ ലേസർ സർജറി? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഗ്രേഡ് പൈൽസിനും ഒരേ ചികിത്സാ രീതിയാണ് നല്ലത് എന്നുള്ളതൊന്നുമില്ല. യഥാർത്ഥ ചികിത്സ നിയന്ത്രിക്കുന്നത് പൈൽസിന്റെ ഗ്രേഡ്, അതുപോലെ മ്യൂക്കോസൽ പ്രൊലാപ്സ് മുതലായ ചില ഘടകങ്ങളാണ്. ഏർലി സ്റ്റേജ് പൈൽസിന് തീർച്ചയായും ലേസർ സർജറി നല്ലതാണ്. ഇതിൽ വേദന കുറവാണ്, ഫാസ്റ്റർ റിക്കവറി എന്നീ ഗുണങ്ങളുണ്ട്. എന്നാൽ വലിയ പൈൽസ്, പുറമേക്ക് തള്ളി വരുന്ന ടൈപ്പ് പൈൽസിനൊക്കെ ലേസർ സർജറി ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം കേസുകളിൽ സ്റ്റേപ്ലർ സർജറി, പിന്നെ ചുരുക്കം ചിലർ ഓപ്പൺ സർജറി എന്നിവയായിരിക്കും നല്ലത്. ഒരു മെഷീന്റെ ലഭ്യതയല്ല, പൈൽസിന്റെ ഗ്രേഡും മറ്റു ചില ഘടകങ്ങളുമാണ് യഥാർത്ഥ ചികിത്സ നിയന്ത്രിക്കുന്നത്. അപ്പം ലേസർ സർജറി ഒരു സ്റ്റാർട്ടിംഗ് ഫേസിൽ ആക്ച്വലി നല്ലതാണ്. അതെ.